ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് ശ്രുതിയുടെയും റൂമിൽ കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ശ്രുതി അത് മുടക്കുകയാണ് കേട്ടോ. ശ്രുതി അവിടെ കിടന്നുറങ്ങുകയാണ്, അവനെ എണീപ്പിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രവിയേട്ടനും ചന്ദ്രമതിയൊക്കെ വരികയാണ്. അങ്ങനെ ചന്ദ്രമതി പറയാണ്, അവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് കിടക്കുകയാണ്, നീ വേണമെങ്കിൽ ടെറസിൻ്റെ മുകളിൽ പോയി കിടന്നോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സച്ചി അടുത്താണെങ്കിൽ നമ്മുടെ രവിയേട്ടൻ പറയുന്നുണ്ട്, സച്ചി നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഞങ്ങളുടെ റൂമിൽ കിടന്നോ, ഞങ്ങൾ ഹാളിൽ കിടക്കാമെന്ന് പറയണം. അതൊന്നും വേണ്ടച്ചാ, ഞങ്ങൾ പതിവ് പോലെ തന്നെ മുകളിൽ തന്നെ കിടന്നോളാം എന്ന് പറയുകയാണ്. പോണ സമയത്താണെങ്കിൽ ശ്രുതി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി അടുത്ത് വന്നിട്ട് സച്ചി പറയാണ്, നീ അധികം സന്തോഷിക്കണ്ട, അധിക കാലത്തേക്കൊന്നും ഈ ഒരു സന്തോഷം ഉണ്ടാവില്ല, അധികം ചിരിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി ആണെങ്കിൽ ടെറസിൻ്റെ മുകളിലേക്ക് പോവാണ്. രേവതി ആണെങ്കിൽ ആകെ മൊത്തം ഒരു ഇമോഷണലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി അടുത്താണെങ്കിൽ നമ്മുടെ സച്ചി പറയുകയാണ്, രേവതി എനിക്ക് നല്ലപോലെ അറിയാം, ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് എൻ്റെ സന്തോഷങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും സാധിച്ചു തരാൻ എന്നെക്കൊണ്ട് പറ്റണില്ല എന്ന്. അത് കേട്ട വശം തന്നെയാണ് ഈ രേവതി പറയുന്നത്, സച്ചേട്ടാ നമ്മൾ റൂമിൽ കിടക്കുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ സീലിംഗ് ഫാൻ കറങ്ങണതല്ലേ കാണുന്നത്, അതിനെക്കാട്ടിക്ക് എത്രയോ സന്തോഷമാണ് ആകാശത്ത് നമ്മൾ നിലാവിനെയൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കുന്ന ആ ഒരു സന്തോഷം റൂമിൽ കിടന്നാൽ കിട്ടുമോ സച്ചേട്ടാ എന്ന് പറയുകയാണ്. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ രവിയേട്ടനോട് പറയുന്നത്, രവിയേട്ടാ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, അവൻ കൃത്യസമയത്ത് തന്നെ എണീക്കുകയും ചെയ്യും, പോയിട്ട് ഷോറൂം തുറക്കുകയും ചെയ്യും എന്ന് പറയുകയാണ്. നമുക്ക് കാണാമെന്ന് പറയുന്നത്. ആ സമയത്താണെങ്കിൽ ശ്രുതി വന്നിട്ട് പറയുകയാണ്, ആൻറ്റി ശ്രുതി ഇതുവരെ എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞ വശം തന്നെയാണെങ്കിൽ രവിയേട്ടനാണെങ്കിൽ ആ ചായ തലയിലേക്ക് കയറുകയാണ് കേട്ടോ ഒന്ന് ചുമച്ചിട്ട്. അപ്പോൾ ചന്ദ്രമതിക്ക് വല്ലാതെ ആവുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഒരു ലൈക്ക് അടിക്കണം. ആരും അങ്ങനെ ലൈക്ക് അടിക്കണില്ല, എന്താ സംഭവം എന്ന് അറിയില്ല. ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാരെ.